സെപ്റ്റംബർ 2 നടക്കുന്ന പൊതുപണിമുടക്കിന് ആഭിമുഖ്യം രേഖപ്പെടുത്താൻ ഫേസ്ബുക്കിലും ട്വിറ്ററിലുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിയാഴ്ച ആഹ്വാനം നൽകിയത്. 2 മണിക്കൂറിന് ശേഷം ഫേസ്ബുക്ക് പേജിലെ അടുത്ത പോസ്റ്റിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പൂക്കള മത്സരം ഓഫീസ് സമയത്ത് നടത്തേണ്ടെന്ന് സർക്കാർ ജീവനക്കാരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രവൃത്തി സമയത്തെ ബാധിക്കാതെ അവധി ദിവസങ്ങളിലോ ഓഫീസ് സമയമല്ലാത്തപ്പോഴോ ആഘോഷം നടത്തിയാൽ മതിയെന്നും പിണറായി വ്യക്തമാക്കി. ഇതോടെയാണ് ഒരു വശത്ത് പണിമുടക്കിനെ പിന്തുണയ്ക്കുകയും ഒപ്പം ജോലി സമയത്തെ ജീവനക്കാരുടെ ഓണാഘോഷത്തെ വിലക്കുകയും ചെയ്തത് വിവാദമായത്. മുഖ്യമന്ത്രിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ച് BJP കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പും BJP ആരോപിക്കുന്നു. നല്ല സന്ദേശമായി വേണമെങ്കിൽ തോന്നാം, പക്ഷേ അതേ മുഖ്യമന്ത്രി തന്നെയാണ് 24 മണിക്കൂർ സമരം ചെയ്യണമെന്ന് ജീവനക്കാരെ ആഹ്വാനം ചെയ്തത്. 24 മണിക്കൂർ സമരം ചെയ്യണം എന്ന് ജീവനക്കാരോട് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് 1 മണിക്കൂറോ അരമണിക്കൂറോ പൂക്കളം ഇടാൻ വേണ്ടി ചില സ്ത്രീകൾ, അത് എല്ലാ ഓഫീസുകളിലൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്കെല്ലാം അറിയാമല്ലോ, 12:30 മണിക്കാണ് വെള്ളിയാഴ്ചകളിൽ ഈ മുസ്ലിം ജീവനക്കാർ പള്ളിയിൽ പോകുന്നത്, തിരിച്ച് 2:30ക്കാണ് വരുന്നത്. അത് പറഞ്ഞില്ലല്ലോ പിണറായി. മുഖ്യമന്ത്രിയുടെ നീക്കം വിമർശിച്ച് കയ്യടി നേടുവാനുള്ള ശ്രമമാണെന്ന് BJP ആരോപിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് നിയമപരമായി തടസ്സമുണ്ടോ? ഒരു ദിവസം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രി ജോലി തടസ്സപ്പെടുത്തി ഓണപ്പൂക്കളം ഇടരുതെന്ന് പറയുന്നത് ശരിയോ? BJP വക്താവ് MS കുമാർ, CPM നേതാവ് AA റഹീം, സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് J ബെൻസി, അഡ്വക്കേറ്റ് CP ഉദയഭാനു, സാമൂഹ്യ പ്രവർത്തകനായ CR നീലകണ്ഠൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ഒപ്പം കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ ടെലിഫോൺ ലൈനിലും. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള. ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് നിയമപരമായി തടസ്സമുണ്ടോ? ശ്രീ MS കുമാർ, സെപ്റ്റംബർ 2 കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി ദേശീയ വ്യാപകമായി പണിമുടക്ക് നടക്കാൻ പോവുകയാണ്. ഇതിന് മുഖ്യമന്ത്രി പിന്തുണ നൽകി എന്നാണല്ലോ നിങ്ങളുടെ ആരോപണം. മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. സെപ്റ്റംബർ 2 പൊതുപണിമുടക്കിന് മുന്നോടിയായി CPM കേന്ദ്ര കമ്മിറ്റി ഒരു ഓൺലൈൻ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. താഴെ ചേർത്ത ലിങ്കിൽ, അതായത് സപ്പോർട്ട് വിത്ത് ഫേസ്ബുക്ക് ആൻഡ് സപ്പോർട്ട് വിത്ത് ട്വിറ്റർ എന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ പൊതു പണിമുടക്കിനോടുള്ള ആഭിമുഖ്യം രേഖപ്പെടുത്താം. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെ സമരത്തിനുള്ള ആഹ്വാനമായി കണക്കാക്കാൻ പറ്റും? ഇതിനെ ഇത്ര നിസ്സാരമായി കാണാൻ പറ്റുന്ന എങ്ങനെ? പൊതുപണിമുടക്ക് ആര് വേണോ നടത്തിക്കോട്ടെ, ആർക്കെതിരെ വേണോ നടത്തിക്കോട്ടെ. പക്ഷേ ഇവിടെ ആ പണിമുടക്കിന് അഭിവാദ്യം അർപ്പിക്കുന്നതും പിന്തുണ അർപ്പിക്കുന്നതും സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. നിയമവാഴ്ച നടപ്പാക്കേണ്ട മുഖ്യമന്ത്രിയാണ്. ഞാൻ അടുത്ത കാലത്ത് സമരം വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് അതിൻ്റെ ഒരു സമര നേതാവിൻ്റെ പത്രസമ്മേളനം കണ്ടു. മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ കാണിച്ചു എന്ന് തോന്നുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു, ഇരുചക്ര വാഹനങ്ങൾ പോലും അന്ന് നിരത്തിറങ്ങരുത്. ചിലർ വിവാഹം എയർപോർട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടൊക്കെ പോകുന്നത് കാണും. പലപ്പോഴും വ്യാജമായ ഇങ്ങനെ സ്റ്റിക്കർ പതിച്ചു പോകുന്നത് വ്യാജമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം അതും അനുവദിക്കില്ല. അതായത് ദേശീയ പണിമുടക്ക് നടത്തുവാൻ ആഹ്വാനം ചെയ്തിട്ടുള്ള സംഘടനകളുടെ ഒരു പ്രധാന നേതാവ്, അതെ, ആ നേതാവിൻ്റെ പത്രസമ്മേളനമാണ്. അതാണ് അന്തരീക്ഷം. അപ്പോൾ വിവാഹം അല്ലെങ്കിൽ എയർപോർട്ട് എന്ന് എഴുതി വെച്ചുകൊണ്ട് പോകുന്ന വാഹനം വരെ ഞങ്ങൾ പരിശോധിച്ച് മാത്രമേ വിടൂ എന്നാണ്. കല്യാണത്തിന് ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കല്യാണക്കുറിയും കൂടെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകണമെങ്കിൽ പാസ്പോർട്ടും വിസയും ടിക്കറ്റും ഒക്കെ എയർപോർട്ടിൽ മാത്രം കാണിച്ചാൽ പോരാ, ഇവരെ പാർട്ടി സഹാക്കളെ കൂടി അതാത് ജംഗ്ഷനിൽ കാണിച്ച് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ പൊതുജനങ്ങൾ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ നീതി സംരക്ഷണം ലഭിക്കേണ്ടത് സംസ്ഥാന ഭരണകൂടത്തിൽ നിന്നാണ്. അതിൻ്റെ തലവൻ, പോലീസ് വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ തലവൻ സംസ്ഥാന മുഖ്യമന്ത്രി പറയുകയാണ് സമരത്തിന് പിന്തുണ കൊടുക്കണം. അതായത് സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിച്ച ഒരു പൗരൻ്റെ പ്രാഥമികമായ കടമകളിൽപ്പെടുന്ന സഞ്ചാര സ്വാതന്ത്ര്യം, ആ സഞ്ചാര സ്വാതന്ത്ര്യം അവർക്ക് അനുവദിക്കേണ്ട ഭരണകൂടത്തിൻ്റെ തലവൻ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു. കുഴപ്പമില്ല, പണ്ട് സമരവും ഭരണവും ഒന്നിച്ച് നടത്തിയവരാണല്ലോ. 67 EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നുടനെ പറഞ്ഞ് ഞങ്ങൾ സമരവും ഭരണവും ഒന്നിച്ച് നടത്തുന്നു. അങ്ങനെ വളരെ വിചിത്രമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അതിന് ഞാൻ അതിശയം കാണുന്നില്ല. പക്ഷേ തൊട്ടു പിന്നാലെ അതേ മുഖ്യമന്ത്രി പറയുകയാണ്, അത്തപ്പൂക്കളം സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ അത്തപ്പൂക്കളം ഇടാറുണ്ട്, അത് അനുവദനീയമല്ല, അത് നടത്താൻ പാടില്ല. വർഷത്തിൽ ഒരിക്കൽ 1-1.5 മണിക്കൂറോ മറ്റോ ഏതാനും സ്ത്രീകൾ അത്തപ്പൂക്കളം ഇടുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രവർത്തനത്തെയും ബാധിക്കുമെന്ന് കരുതുന്നു. ഒരേ കാര്യം ഒരേ തരത്തിൽ രണ്ട് കാര്യങ്ങൾ അത് നിഷേധിക്കുകയും സംസ്ഥാന സർക്കാർ ജീവനക്കാർ 24 മണിക്കൂർ സമരം ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിനെയാണ് BJP ചോദ്യം ചെയ്യുന്നത്. ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുവാനാണോ? അങ്ങനെ ഒരു ഭരണഘടനാ ലംഘനം എന്തെങ്കിലും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ശ്രീ CP ഉദയഭാനു, ഒരു ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് കരുതാനാകുമോ? മുഖ്യമന്ത്രി സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നാണ് BJPയുടെ ആരോപണം.
ശ്രീ മഞ്ജുഷ്, മുഖ്യമന്ത്രി സമരത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ളത് ഇപ്പോൾ അത് ശ്രീ കുമാറിൻ്റെ ഒരു നിഗമനവും നിരീക്ഷണവുമാണ്. സമരത്തിന് ആഹ്വാനം ചെയ്യുകയല്ല അദ്ദേഹം ചെയ്തത്. സമരം ചെയ്യാനായിട്ടുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ അന്ന് നടത്തുന്ന സമരത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദവി വഹിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല, ഭരണഘടനാ ലംഘനവുമില്ല. അത്തരത്തിൽ ഭരണഘടനാ ഇമ്മ്യൂണിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള 4 വിഭാഗം ആളുകളെയാണ്. 1 പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്. 2 ഗവർണർമാർ. 3 കേന്ദ്രത്തിലെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്പീക്കർമാർ. ഈ 4 പേർക്ക് മാത്രമാണ് ഭരണഘടനാപരമായി അവർ ഇരിക്കുന്ന പദവിക്കനുസൃതമായി അവരുടെ രാഷ്ട്രീയം പാമ്പ് ഉറയൂരുന്നത് പോലെ ഉറയൊഴിച്ച് മാറ്റുകയും പുതിയ ഒരു ഭരണഘടനാ ചുമതലയിലേക്ക് വരുമ്പോഴേക്കും ഒരു പകർന്നാട്ടം നടത്തി അവർക്ക് ഇപ്രകാരം ഒരു പുതിയ ചുമതല വരുന്നത്. അവർക്ക് മാത്രമാണ് രാഷ്ട്രീയ രംഗത്ത് അവർ മുൻകാലത്ത് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നിയന്ത്രണമുള്ളത്. മറ്റ് മുഖ്യമന്ത്രിക്കാകട്ടെ മറ്റേത് മന്ത്രിക്കും ആകട്ടെ ഈ രാഷ്ട്രീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനോ ഇത് വെച്ചു പുലർത്തുന്നതിനോ അദ്ദേഹത്തിൻ്റെ പദവി യാതൊരു തരത്തിലുള്ള തടസ്സമില്ല. ഇന്ത്യൻ ഭരണഘടന അങ്ങനെ യാതൊരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു പൊതുപണിമുടക്ക് ശ്രീ സി പി ഉദയഭാനു ഒരു പൊതുപണിമുടക്കാകുമ്പോൾ ശ്രീ എം എസ് കുമാർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പൊതുപണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുള്ള സംഘടനകളിലെ ഒരു നേതാവ്, ഒരു പ്രമുഖ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പറയുകയുണ്ടായി. വാഹനങ്ങൾ പോലും തടയുവാനുള്ള സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം സെപ്റ്റംബർ 2 ഉണ്ടാകും. ക്രമസമാധാനം തകരാറിലായാലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ സംസ്ഥാന പോലീസിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി ഇങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതിനെതിരെ അദ്ദേഹത്തിന് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാതെ സംരക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഈ 2 കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടില്ലേ? ശ്രീ മഞ്ജുഷ്, ഈ കാര്യം നാം പരിശോധിക്കുമ്പോൾ നാം മുൻകൂട്ടി പ്രവചിക്കുകയാണ് സെപ്റ്റംബർ 2 പണിമുടക്കിന് ദിവസം ചിലപ്പോൾ ക്രമസമാധാന ലംഘനങ്ങൾ ഉണ്ടാകുമെന്ന്. അങ്ങനെയല്ലല്ലോ ഇതിനെ കാണേണ്ടത്. ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തേതടക്കമുള്ള കേന്ദ്രത്തിലേതടക്കമുള്ള പ്രമുഖ ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലും സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള നിലപാടുകൾക്കുമെതിരെ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് സമര ആഹ്വാനം നടത്തി മാസങ്ങളോളം നീണ്ടുനിന്ന പ്രചരണങ്ങൾക്ക് ശേഷമാണ് ഈ ദിവസം നിശ്ചയിച്ചത്. അന്നേ ദിവസം യാത്ര ഒഴിവാക്കണമെന്നും കഴിയുന്നത്ര ഇതിൽ പങ്കെടുക്കണമെന്നുമാണ് ആ യോഗത്തിൽ ഇപ്പോൾ പേര് പറയാതെ ആണെങ്കിലും ശ്രീ ശിവൻകുട്ടി ആഹ്വാനം ചെയ്തത്. അങ്ങനെ അതിൽ സഹകരിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അന്ന് നിയമലംഘനം ഉണ്ടാകുമെന്നല്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച ഉറപ്പുവരുത്താനുള്ള നടപടികൾ ചെയ്യാനുള്ള ചുമതലയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് വ്യക്തമാകുന്നില്ല. ഒരേ സമയത്ത് തന്നെ മുഖ്യമന്ത്രി എന്നതിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ച് പ്രചാര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിയമപരമായി ആരും തടസ്സമില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ എ റഹീം, എം എസ് കുമാർ പറഞ്ഞത് സമര നേതാവിൻ്റെയും അതായത് ശിവൻകുട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും അഭിപ്രായ പ്രകടനം ഒന്ന് തന്നെയാണെന്നാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് സമരത്തിനുള്ള ഒരു ആഹ്വാനം തന്നെയാണോ അതോ അങ്ങനെ ഒരു ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാണോ CPM വിലയിരുത്തുന്നത്? ഒന്ന്